ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോയിൽ നാം വിശദമായി ചർച്ച ചെയ്തു. പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ 4 തരമാണ്. ഒന്നാമത്തത് സിമ്പിൾ പ്രസന്റ് ടെൻസ്, 2 പ്രസന്റ് കണ്ടിന്യൂസ്, 3 പ്രസന്റ് പെർഫെക്റ്റ്, 4 പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. കഴിഞ്ഞ വീഡിയോയിലൂടെ നാം സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് വളരെ വിശദമായ വ്യത്യസ്ത ഉദാഹരണങ്ങൾ നൽകി ചർച്ച ചെയ്തിരുന്നു. ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രസന്റ് കണ്ടിന്യൂസ് എന്താണെന്നും അത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നും അതിന്റെ വ്യത്യസ്ത ഉദാഹരണങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഹിയർ വി ഗോ. പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് നോക്കൂ. പ്രസന്റ് കണ്ടിന്യൂസ് അതിന്റെ അസർട്ടീവ്. ആദ്യം നമുക്ക് പ്രസന്റ് കണ്ടിന്യൂസ് എന്താണ് എന്ന് പറയാം. ഇറ്റ് റെഫേഴ്സ് ടു ആൻ ആക്ഷൻ which is going on at the moment of സ്പീക്കിംഗ്. നാം ഒരു ഉദാഹരണം പറയുമ്പോൾ ആ പറയുന്ന സമയത്ത് ആ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളെയാണ് പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. നോക്കാം അതെങ്ങനെയാണ് ഫോം ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു ഫോർമാറ്റ്. ഈ ഫോർമാറ്റ് വെച്ചിട്ടാണ് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിനുള്ള ഉദാഹരണങ്ങൾ നാം ഉണ്ടാക്കുന്നത്. ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആണ്. ആസ് യൂഷ്വൽ സബ്ജക്റ്റ് കംസ് ഫസ്റ്റ്, then is, am, are as per the subject. If our subject is singular, we can take is. At the same time, if our subject is plural, we are moving and we are taking are, and am is taken for if our subject is I. Okay, next one, first form of the verb plus we are adding ing into first form of the verb, and last one is object. നമ്മുടെ ആദ്യം വരുന്നത് സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ വിശദമായി ചർച്ച ചെയ്തിരുന്നു. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ആരാണോ പ്രവർത്തനം ചെയ്യുന്നത് ആ ആൾക്കാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈസ്, ആം, ആർ ഇവയിൽ നിന്ന് മൂന്നെണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് സബ്ജക്റ്റിന് അനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നമ്മുടെ സബ്ജക്റ്റ് ഒരാളെ ഉള്ളൂ എങ്കിൽ ഈസ് എടുക്കാം. ഒന്നിൽ കൂടുതൽ ആളുണ്ടെങ്കിൽ ആറാണ് എടുക്കേണ്ടത്. നമ്മുടെ സബ്ജക്റ്റ് ഐ, ഞാൻ എന്നർത്ഥം വരുന്ന ഐ എന്ന് എന്നാണെങ്കിൽ ആം മാത്രമാണ് എടുക്കേണ്ടത്. ഓക്കെ, പിന്നെ ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ആണ് കൊടുക്കേണ്ടത്. അതിനോടൊപ്പം ing കൂടി ആഡ് ചെയ്യണം. ഏതെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും പിന്നെ ഒരു കർമ്മം എന്ന് പറയുമല്ലോ മലയാളത്തിൽ, അതുണ്ടെങ്കിൽ അതും എടുക്കാം. ഉദാഹരണം നോക്കാം. അപ്പോൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഒന്നാമത്തെ ഉദാഹരണം നോക്കൂ. ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. ടീച്ചർ എന്നുള്ളതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഈ പ്രവർത്തനം ചെയ്യുന്ന ആൾ ടീച്ചർ എന്നുള്ളതാണ് സബ്ജക്റ്റ്. ഓക്കെ, പിന്നെ ടീച്ചർ എന്നുള്ളത് ഒരാളേ ഉള്ളൂ, അതുകൊണ്ട് ഈസ് ആണ്. ഈ 3 ഓപ്ഷനിൽ നിന്ന് ഈസ് ആണ് നാം തിരഞ്ഞെടുത്തത്. കാരണം ടീച്ചർ എന്നുള്ള ആൾ ഒരാളേ ഉള്ളൂ. അടുത്തത് ഇവിടെ നോക്കൂ. ഫസ്റ്റ് ഫോം ഓഫ് ദ വെർബ് 1 ആണ് കൊടുക്കേണ്ടത്. വെർബ് 1 കൊടുത്തതിന് ശേഷം ഈ ing നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ടീച്ച് എന്നുള്ള വെർബ് 1 അത് ടീച്ചിങ് എന്നായി മാറി. എന്താണ് പഠിപ്പിക്കുന്നത്? ഇംഗ്ലീഷ്. അതാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അത് ലാസ്റ്റ് കൊടുക്കും. നോക്കൂ, ആ ഉദാഹരണം അപ്പോൾ ഇങ്ങനെയായി മാറി. ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ്. അധ്യാപകൻ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഉദാഹരണം നോക്കൂ. സ്റ്റുഡൻസ് ആർ ലിസണിങ് ടു മൈ ക്ലാസ്. സ്റ്റുഡൻസ് എന്നുള്ള വിദ്യാർത്ഥികൾ, ഒന്നിലധികം ആളുകളുണ്ട്. അപ്പോൾ ഈ 3 അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അതിനുശേഷം നാം കൊടുക്കേണ്ടത് ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുക്കണം. അപ്പൊ നമ്മൾ 6 തിരഞ്ഞെടുക്കും. കാരണം എന്താ? ഒന്നിലധികം ആളുകളുണ്ട്. പിന്നെ ലിസൺ എന്നുള്ളതാണ് ഇവിടുത്തെ വെർബ്. അത് ലിസൺ കൊടുത്തു. പിന്നെ ing ഇവിടെ ആഡ് ചെയ്തു. അപ്പൊ ലിസണിങ് എന്നായി മാറി ടു മൈ ക്ലാസ്. ഓക്കെ, അപ്പൊ സ്റ്റുഡൻസ് ആർ ലിസണിങ് ടു മൈ ക്ലാസ്. നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് എക്സാമ്പിൾ ഫോർ ദിസ്. ഐ ആം ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സ്റ്റുഡൻസ്. ഞാൻ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകിക്കൊണ്ടിരിക്കുന്നു. അപ്പോ അറ്റ് ദ മൊമെന്റ് ഓഫ് സ്പീക്കിംഗ്, നാം ഉദാഹരണം പറയുന്ന സമയത്ത് അദ്ദേഹം ആ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങളെയാണ് ഈ പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അസർട്ടീവ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇതെല്ലാം ചെയ്യുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടീച്ചർ പഠിപ്പിക്കുന്നു, സ്റ്റുഡൻസ് കേൾക്കുന്നു, അതുപോലെ തന്നെ ഞാൻ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നു തുടങ്ങിയിട്ടുള്ള ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളത് നെഗറ്റീവാണ്. അതാണ് ശേഷം പറയാൻ പോകുന്നത്. അപ്പൊ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഈ അസർട്ടീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി അതിന്റെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ നെഗറ്റീവ് സെന്റൻസുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് എന്ന് നോക്കാം. നോക്കൂ,
ഞാൻ ഇപ്പോ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ പ്രസന്റ് കണ്ടിന്യൂസിന്റെ അസർട്ടീവ് സെന്റൻസുകൾ ഉണ്ടല്ലോ, അതിലാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണല്ലോ ഇത് വരുന്നത്. നോക്കൂ, ഒന്നാമത്തെ പോയിന്റ്, ആഡ് നോട്ട് ആക്ട്സ് ആഫ്റ്റർ ഓക്സിലറീസ്. അതിൽ പറഞ്ഞിട്ടുള്ള ഓക്സിലറീസ് ഈസ്, ആം, ആർ എന്ന് പറഞ്ഞ ഓക്സിലറീസ് ഉണ്ടല്ലോ, സബ്ജക്റ്റിന് ശേഷം കൊടുക്കണം. ആ ഓക്സിലറീസിന് ശേഷം നോട്ട് കൊടുക്കുകയാണെങ്കിൽ പ്രസന്റ് കണ്ടിന്യൂസിലെ തന്നെ രണ്ടാമത്തെ തരം സെന്റൻസ് ആയ നെഗറ്റീവ് സെന്റൻസുകൾ നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. നോക്കൂ, ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്നാണ് അസർട്ടീവ് സെന്റൻസിൽ പറഞ്ഞെങ്കിൽ അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഈ ഈസ് എന്നുള്ളതാണ് ഇതിന്റെ ഓക്സിലറി വെർബ്. അതിന്റെ ശേഷം നോട്ട് ആഡ് ചെയ്തു, അപ്പൊ ഈസ് നോട്ട് എന്നായി, നമുക്ക് നെഗറ്റീവ് സെന്റൻസ് കിട്ടി. അതിന്റെ മറ്റൊരു തരം സെന്റൻസ് നോക്കൂ, ടീച്ചർ ഈസ് നോട്ട് ടീച്ചിങ് ഇംഗ്ലീഷ്. ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നില്ല. സ്റ്റുഡൻസ് ആർ നോട്ട് ലിസണിങ് ടു മൈ ക്ലാസ്. കുട്ടികൾ എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കുന്നില്ല. ഓക്കെ, ഐ ആം നോട്ട് ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സ്റ്റുഡൻസ്. ഞാൻ കുട്ടികൾക്ക് ഇൻസ്ട്രക്ഷൻസ് നൽകുന്നില്ല. ഈ ഇത്തരം നെഗറ്റീവ് ആയിട്ടുള്ള ഫോംസ് സെന്റൻസുകൾ ഫോം ചെയ്യാൻ വളരെ എളുപ്പമാണ് ബൈ ആഡിങ് നോട്ട് ആഫ്റ്റർ ഓക്സിലറീസ്. ഇൻ ദ ഫസ്റ്റ് എക്സാമ്പിൾ is the auxiliary. In the second example, are is the auxiliary, and in the last example, auxiliary is am. So we have added not, these words not, after these auxiliaries. Then we got negative sentences of present continuous tense. ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഓരോ ടെൻസുകളും അതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള സെന്റൻസുകളിലൂടെ അസർട്ടീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ് ആൻഡ് WH ക്വസ്റ്റ്യൻ സെന്റൻസ്, ഇത്തരം സെന്റൻസുകളിലൂടെ നാം പോവുകയാണെങ്കിൽ വ്യത്യസ്ത തരത്തിലുള്ള സെന്റൻസുകൾ ഫോം ചെയ്യാൻ സാധിക്കും. അതെല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. അപ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള സെന്റൻസുകൾ എങ്ങനെ ഉണ്ടാക്കേണ്ടത് എന്നും അതിന്റെ ഉദാഹരണങ്ങൾ എങ്ങനെയാണെന്നും അതിന്റെ അർത്ഥങ്ങൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസിൽ തന്നെയുള്ള യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആഡ് ഓക്സിലറീസ് ബിഫോർ ദ സബ്ജക്ട്. നോക്കാം ഉദാഹരണത്തിൽ എന്താ പറയുന്നത്. നോക്കൂ, നാം ഓക്സിലറീസ് പറഞ്ഞല്ലോ, ഈസ്, ആർ, ആം എന്നുള്ളതാണ് ഓക്സിലറീസ്. ഈ ഓക്സിലറീസിനെ ഈ സബ്ജക്റ്റുകളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടി? യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കിട്ടി. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതെല്ലാം പ്രസന്റ് കണ്ടിന്യൂസിന്റെ അസർട്ടീവ് സെന്റൻസ് അടിസ്ഥാനമാക്കിയിട്ടാണ് പറയുന്നത്. അപ്പൊ ഒരു അസർട്ടീവ് സെന്റൻസ്, ഈ ഒന്നാമത്തെ ഉദാഹരണത്തിന്റെ അസർട്ടീവ് സെന്റൻസ് എങ്ങനെയായിരിക്കും? ടീച്ചർ ഈസ് ടീച്ചിങ് ഇംഗ്ലീഷ് എന്നുള്ളതാണല്ലോ. അപ്പോ ആ സെന്റൻസിൽ നിന്നും ഈ ഫോർമുല വെച്ച് നോക്കൂ, ഈ ഓക്സിലറിനെ സബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഈ രൂപത്തിൽ കിട്ടും. ഉദാഹരണം നോക്കൂ, ഈസ് ടീച്ചർ ടീച്ചിങ് ഇംഗ്ലീഷ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, അതാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഈസ് ടീച്ചർ ടീച്ചിങ് ഇംഗ്ലീഷ്? ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ടോ? നെക്സ്റ്റ് സെന്റൻസ്, സ്റ്റുഡൻസ് ആർ ലിസണിങ് ടു മൈ ക്ലാസ് എന്നുള്ളതായിരുന്നു അസർട്ടീവ് സെന്റൻസ്. അതിനെ ഓക്സിലറി വെർബിനെ ഫസ്റ്റ് തുടക്കത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആർ സ്റ്റുഡൻസ് ലിസണിങ് ടു മൈ ക്ലാസ്? ആം ഐ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സ്റ്റുഡൻസ്? ഇപ്പൊ ഇത്തരം സെന്റൻസുകളാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസുകൾ എന്നറിയപ്പെടുന്നത്. ഈ രൂപത്തിലാണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസുകൾ ഉണ്ടാക്കുന്നത്. ഇനി WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു. പ്രസന്റ് കണ്ടിന്യൂസിന്റെ അവസാനത്തെ ടൈപ്പ് സെന്റൻസ് ആണ് WH ക്വസ്റ്റ്യൻസ് എന്നുള്ളത്. അപ്പോ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായാൽ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. നോക്കൂ, ആഡ് വാട്ട് എവർ WH ക്വസ്റ്റ്യൻ വേർഡ് വി നീഡ് ഇൻ ടു യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. കഴിഞ്ഞ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ സെന്റൻസിൽ ഒരു മാറ്റവും വരുത്താതെ അതിലേക്ക് WH ക്വസ്റ്റ്യൻ വേർഡ്, ഉദാഹരണത്തിന് വാട്ട്, വേർ, വൈ, വെൻ, ഹൗ തുടങ്ങിയിട്ടുള്ള WH ക്വസ്റ്റ്യൻസ് വേർഡ്സ് ഇതിലേക്ക് ആഡ് ചെയ്താൽ മതിയാവുന്നതാണ്. നോക്കൂ,
ഈസ് ദ ടീച്ചർ ടീച്ചിങ് എന്നുള്ളതായിരുന്നു പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. അതിലേക്ക് വാട്ട് എന്നുള്ള WH ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തു. ആ വാട്ട് എന്നുള്ളത് ആഡ് ചെയ്തപ്പോൾ WH ക്വസ്റ്റ്യൻ കിട്ടി. വാട്ട് ഈസ് ദ ടീച്ചർ ടീച്ചിങ്? നെക്സ്റ്റ് ഉദാഹരണം, ആർ സ്റ്റുഡൻസ് ലിസൺ ടു മൈ ക്ലാസ് എന്നുള്ളതായിരുന്നു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. അതിലേക്ക് ഹൗ എന്നുള്ളത് ചേർത്തപ്പോൾ ഹൗ ആർ സ്റ്റുഡൻസ് ലിസണിങ് ടു മൈ ക്ലാസ് എന്നുള്ളതായി മാറി. ആൻഡ് ലാസ്റ്റ് എക്സാമ്പിൾ, ആം ഐ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സ്റ്റുഡൻസ്? വെൻ ആം ഐ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ സ്റ്റുഡൻസ്? അപ്പോ ഇത് വളരെ എളുപ്പമാണ്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ WH ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് വളരെ ഈസിയാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മേക്ക് WH ക്വസ്റ്റ്യൻസ് ഫ്രം യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. So first of all, we have to understand how to make yes or no questions from the assertive sentences. If you have already got the idea how to make the yes or no questions from the assertive sentence, then obviously we will definitely be getting the idea how to make the WH questions. Nothing other than by adding WH questions words in front of the yes or no questions. That's it. I hope you have understood the explanation of present continuous and the types of sentences as well. Okay, that's it in today's video.